അതെന്താന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാ മനസ്സിലാവോ? കണ്ടാ മനസ്സിലാവോ? ഇല്ല, അതനുഭവിച്ച് തന്നെ അറിയണം. രാത്രിയില് വൈകിയുള്ള ഫോൺ സംഭാഷണങ്ങൾക്കിടയില് ചിരിക്കും തമാശയ്ക്ക് ഒടുവില് ബാലൻസ് തീർന്ന് കഴിയുമ്പോഴായിരിക്കും ഓർക്കണത്, അയ്യോ ഗുഡ് നൈറ്റ് കൊടുത്തില്ലല്ലോ. അപ്പോ നേരെ പോയി മൊബൈൽ ഡാറ്റ ഓണാക്കി ഗുഡ് നൈറ്റ് ടെക്സ്റ്റ് ചെയ്യും. തിരിച്ച് റിപ്ലൈ കിട്ടുന്നത് വരെ നെഞ്ചിലൊരു വൈബ്രേഷൻ ആയിരിക്കും. റിപ്ലൈ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു സ്മൈലി കൂടെ അയക്കാൻ തോന്നും. എന്നാലും മനസ്സിനങ്ങ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഹെഡ്സെറ്റിൽ നമുക്കിഷ്ടപ്പെട്ട് നമ്മുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്ത് കട്ടിലിന് തൊട്ടരിയുള്ള ജനാലയിലേക്ക് തിരിഞ്ഞൊരു കിടപ്പാണ്. നിറം മങ്ങിയ ആകാശത്ത് നിലാവ് പരത്തി രാത്രി സുന്ദരിയാക്കുന്ന ചന്ദ്രനെ നോക്കി കിടന്ന് അങ്ങ് മയങ്ങും. പിന്നീട് എവിടുന്നോ വന്ന് തണുത്ത കാറ്റേറ്റ് കണ്ണു തുറക്കുമ്പോഴായിരിക്കും അറിയണത്, അയ്യോ കണ്ടത് സ്വപ്നമായിരുന്നല്ലോ എന്ന്. അപ്പോ മനസ്സറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോകും. പിന്നെ അലസമായിട്ടിരിക്കുന്ന ആ പുതപ്പ് പതുക്കെ വലിച്ചെടുത്ത് അരികിലുള്ള തലേണയും കെട്ടിപ്പിടിച്ച് ചുരുണ്ടുകൂടി കിടന്നിട്ടും ഉറക്കം വന്നില്ല. അപ്പോ ഫോണിന്റെ ഗാലറിയില് ഫ്രണ്ട്സിന്റെ ഫോട്ടോസിന്റെ ഇടയിൽ പകല് മുഴുവൻ ശ്രദ്ധിക്കാണ്ട് പോയ ആ ഫോട്ടോ ഒന്നെടുത്ത് നോക്കാനൊരു മോഹം. അടുത്തെങ്ങും ആരുമില്ലാത്തോണ്ട് എത്ര വേണേലും സൂം ചെയ്യാലോ. ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരം ഞാനല്ലേ എന്ന് ഒരു 100 തവണ ആ ഫോട്ടോയോട് ചോദിക്കും. ആ ഫോട്ടോയിൽ നോക്കി അങ്ങനെ കിടക്കുമ്പോ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, അവനല്ലേ എന്റെ സ്വപ്നങ്ങൾക്ക് കാവലുന്നത്? അവന് വേണ്ടിയാണോ ഞാൻ മഴയറിഞ്ഞത്, നിറങ്ങളെ ഇഷ്ടപ്പെട്ടത്, പൂക്കളെയും പുലരിയെയും ശ്രദ്ധിച്ചത്, ചുവന്ന സന്ധികളെ ആരാധിച്ചത്? ഇതാണോ പ്രണയം? ഇത് ചുമ്മാ പൈങ്കിളി വട്ടല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? പക്ഷേ ഒരു വട്ടെങ്കിലും പ്രണയിച്ചവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ചാടയും കള്ളത്തരവും ഒക്കെ മാറ്റി നിർത്തി അവര് പറയട്ടെ ഇതാണ് പ്രണയമെന്ന്. പ്രണയം അതൊരു അനുഭൂതിയാണ്. അറിയും തോറും മധുരം കിനിയുന്ന ലഹരിയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടും കാണാതെ അറിഞ്ഞിട്ടും അറിയാതെ നടന്ന പ്രണയത്തെ ഒന്നറിയാൻ ശ്രമിച്ചു നോക്കൂ.